കുറച്ച് എനർജി ഉണ്ട്, മറ്റേ എനർജി വേണം. അത് തന്നത് ഇപ്പൊ കഴിച്ചിട്ടുണ്ടല്ലോ, ആ എനർജി എങ്ങനെ ഇതേപോലെ ചിലക്കാളെ മാറി. ഒരു ബോധവും ഇല്ലാത്ത മൂന്നെണ്ണത്തിന് ഒരുപോലെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിരിക്കുന്നു. എന്തിനാണോ എന്തോ ഞങ്ങൾ മാത്രം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ മൂന്നെണ്ണത്തിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയത്? 7ന്റെ പണി ഇപ്പോൾ പണി പോയിട്ട് 7ന്റെ അല്ല 16ന്റെ 28ന്റെ എന്തിൻ്റെയൊക്കെയാണോ പണിയാണോ വരാൻ പോകുന്നത്. മൂന്നെണ്ണത്തിന് ഒരു ബോധവും ഇല്ല. കിച്ചൺ ഭരണം അങ്ങ് ഏറ്റെടുത്തിട്ട് എന്നാൽ മര്യാദക്ക് വല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കൂ, അതും ഇല്ല. ഒരാളെയും കിച്ചണിലോട്ട് അടുപ്പിക്കത്തില്ല ഈ മൂന്നെണ്ണം. എന്നിട്ട് വല്ല ഫുഡ് മര്യാദക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ? അതും ഇല്ല. അതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഷാനവാസിനൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ്. അവർക്ക് കൃത്യസമയത്ത് ഫുഡ് കൊടുക്കണം. അതുപോലും കൊടുക്കാതെ ഇവന്മാർ എന്ത് തേങ്ങാക്കൊല അതിൻ്റെ അകത്ത് കാണിക്കുന്നേ. എന്നാൽ ബാക്കിയുള്ള ആൾക്കാരെ അങ്ങോട്ട് അടുപ്പിക്കുകയോ അതും ചെയ്യത്തില്ല. മര്യാദക്ക് ഫുഡ് ഇവന്മാർ ഉണ്ടാക്കി കൊടുക്കത്തും ഇല്ല, എന്നാൽ ഉണ്ടാക്കാൻ നോക്കുന്നവർക്ക് അത് സമ്മതിക്കത്തും ഇല്ല. ഫുഡ് കഴിക്കാതെ ഗ്യാസ് കയറിയിട്ട് ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട് മരുന്നും കഴിച്ചിട്ടാണ്. തോന്നിയവാസമല്ലേ ഈ കാണിക്കുന്നത്? വേറെ എന്തും പോട്ടെ, ഫുഡിൻ്റെ കാര്യത്തിലാണ് ഈ തോന്നിയവാസം കാണിക്കുന്നത്. എന്താണ് ഇവന്മാർ അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് അതിനെ ന്യായീകരിക്കാനുള്ള നെവിൻ്റെ ഒരുമാതിരിയുള്ള ഡയലോഗ് വേറെ. ഈ നെവിൻ എന്തിനാ അതിൻ്റെ അകത്ത് ഇപ്പോഴും പിടിച്ച് വച്ചേക്കുന്നേ? അവൻ എന്താ അതിൻ്റെ അകത്ത് ചെയ്യുന്നത്? ഒരു ടാസ്ക്, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് വന്നിട്ട് അതുപോലും ചെയ്യാൻ പറ്റാതെ അവിടെ ഇരുന്ന് കരഞ്ഞ് നിലവിളിച്ച് അയ്യോ അമ്മ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവൻ എന്തിനാണോ അതിൻ്റെ അകത്ത് ഇരുത്തിയേക്കുന്നത്? നെവിൻ അതിൻ്റെ അകത്ത് ആകെ ചെയ്യാൻ അറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് പറയുക, കട്ട് തിന്നുക. എന്തൊക്കെ കട്ട് തിന്നാൻ പറ്റുമോ അതൊക്കെ അവൻ കട്ട് തിന്നു. വേറെ ഒരു കാര്യം നെവിനെ കൊണ്ട് പറ്റത്തില്ല. എന്തൊക്കെ കട്ട് തിന്നാനുണ്ടോ അതൊക്കെ കൃത്യമായിട്ട് പോയിട്ടിരുന്ന് കട്ട് അങ്ങ് തിന്നു. ബാക്കിയുള്ള ആൾക്കാരെ നോക്കണ്ട, ബാക്കിയുള്ള ആൾക്ക് പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, തിന്നോളാം. അവൻ അവൻ്റെ കാര്യം ഇരുന്ന് കട്ട് അങ്ങ് തിന്നേക്കണം. പേരൊക്കെ ഉണ്ടാണോ മോനെ വയറെന്ന് പറയുന്നത്? നിങ്ങൾക്ക് വേണം ആ കിച്ചൺ ഡ്യൂട്ടി നിങ്ങൾക്കേ വേണ്ടൂ. നിങ്ങൾ പറഞ്ഞത് എന്താ? വേറെ ആരും കിച്ചണിലേക്ക് കടക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അവിടെ കിച്ചണിലേക്ക് ആരും വരണ്ട, കിച്ചണിലേക്ക് ആരും വരണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്യൂട്ടി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവർക്ക് ഫുഡ് കൊടുക്കാനുള്ള കടമ നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതൊരുമാതിരി പറ്റേടുത്ത പരിപാടിയാണ് നിങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റത്തില്ലെങ്കിൽ കളഞ്ഞിട്ട് ആ പറ്റുന്ന ആൾക്കാർ കൃത്യസമയത്ത് ഫുഡ് കൊടുക്കും. ഇതൊരുമാതിരി അവന്മാർക്കൊട്ട് പറ്റത്തുമില്ല. മറ്റേ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പുലി പുല്ല് തിന്നത്തും ഇല്ല, ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ട് തീറ്റിക്കത്തും ഇല്ല. അതുപോലെയാണ് ഇവന്മാരുടെ പരിപാടി. ഞങ്ങൾ പറഞ്ഞു അല്ലല്ല, അങ്ങനെയല്ല, നിങ്ങൾ അവിടെ വെച്ച് പറഞ്ഞതാണ്. ഡൈനിങ് ടേബിളിൽ അല്ല, ലിവിങ് ഏരിയയിൽ വെച്ച് പറഞ്ഞത് കിച്ചണിലേക്ക് വേറെ ആരും വരണ്ട, ഞങ്ങൾ മാനേജ് ചെയ്യാം എന്ന് നിങ്ങൾ 3 പേരും പറഞ്ഞിട്ടാണ് നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി എടുത്തത് അല്ലേ? അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കഴിക്കണ്ടേ? പിന്നെ ഇവിടെ എത്ര പേര് മെഡിസിന്റെ ആളുകളുണ്ട്? ഷാനവാസൊക്കെ മെഡിസിൻ കഴിക്കുന്നതാണ് അല്ലേ? ഷാനവാസ് മെഡിസിൻ കഴിക്കുന്നു. ഇതൊക്കെ ബോധമുള്ളവന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മനീഷേ? ഈ ബോധമില്ലാത്ത ഇവന്മാരോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ബോധമുള്ള ആൾക്കാരോട് വല്ലതും പറ, ചിലപ്പോൾ അവർക്കത് മനസ്സിലാവും. ഈ ബോധമില്ലാത്ത 3 എണ്ണത്തിൻ്റെ അടുത്ത് പോയിട്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ ഷാനവാസിന് വേണം, അത് കൊടുക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. എത്ര പേർക്ക് ഇവിടെ ഗ്യാസിന്റെ അസുഖമുള്ളതുണ്ട്? പിന്നെ ഇവരൊക്കെ ഈ ആദില അവിടെ ആ ടാസ്ക് ചെയ്തിട്ട് മയങ്ങി വീണു. ഈ കാര്യത്തിൽ വല്ല ചോദ്യം ചെയ്യലുണ്ടാവോ ഈ വീക്കെൻഡ് എപ്പിസോഡിൽ? എനിക്ക് തോന്നുന്നില്ല. ഈ 3 എണ്ണത്തിനെയും അവിടെ പെറ്റാക്കിയിട്ട് ലാളിച്ച് കൊഞ്ചിച്ച് വശലാക്കി വച്ചേക്കുമല്ലേ നല്ല ഫേവറിസം കാണിച്ചിട്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ചോദ്യം ചെയ്യാൻ പോകത്തില്ല. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പം തുടങ്ങിയാൽ അങ്ങോട്ട് അമിട്ട് പൊട്ടുന്ന പോലെ പൊട്ടാൻ വേണ്ടിയിട്ട്. ഈ 3 എണ്ണത്തിൻ്റെ കാര്യം വരുമ്പോൾ ചെയ്തു അല്ലേ? അതിന്റെ മുകളിൽ നിന്ന് വീണു താഴേക്ക്, എന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് കൊണ്ടുപോയി. ഇങ്ങനത്തെ ടാസ്കുകൾ വരികയാണെങ്കിൽ ഭക്ഷണം കൂടി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് ഡേ ഫുഡിലൊക്കെ കിട്ടിയല്ലോ കറക്റ്റായിട്ട്. ഫസ്റ്റ് ഡേയുടെ കാര്യം എന്താ പറയുന്നത്? ഇന്നലത്തെ കാര്യമാണ് പറയുന്നത്. ഇന്നലെ രാത്രി ഇല്ല, മിഞ്ഞാന്ന് ആദില ഫെയിന്റ് ചെയ്തു. ഫുഡ് കിട്ടി. പക്ഷെ ഇന്നലെ ബിഗ് ബോസ് അങ്ങനെ ഒരു ടാസ്ക് തരികയാണെങ്കിൽ എന്താവുമായിരുന്നു ഇവിടുത്തെ അവസ്ഥ?
നല്ല പ്രശ്നമാണ്. കാര്യമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ബോധമുള്ള ആൾക്കാരോട് പറയണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവന്മാരുടെ കാര്യത്തിൽ ഒരു ബോധവും ഇല്ല, തോന്നിയ പോലെ അങ്ങ് ചെയ്യുക. ശരി എന്നാൽ.